തേർഡ് പ്രോഗ്രാം മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മുന്നേ ഒരു പക്ഷെ നിങ്ങൾ ചെയ്തതായിരിക്കും മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അറിയാം ഒരു മാട്രിക്സിൻ്റെ രൂപം. 2 ഡയമെൻഷനൽ അറേയാണ് ഉണ്ടാവുക. ഓക്കെ, എ ബി സി, എയും ബിയും ഇൻപുട്ടാണ്, സി റിസൾട്ടാണ്. നമുക്ക് അതിൻ്റെ ഇൻഡെക്സിങ് അറിയാലോ. ഓക്കെ, 0 1 0 1 എന്നുള്ള രൂപമാണ് വരിക. അപ്പം എ ഓഫ് 0 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരിക, എ ഓഫ് 0 0. ഓക്കെ, നമ്മൾ ഈ രൂപത്തിൽ എഴുതും, എ ഓഫ് 0 0, എ ഓഫ് 0 1, എ ഓഫ് 1 0, എ ഓഫ് 1 1. ഓക്കെ, ഇങ്ങനെയാണ് ഇൻഡെക്സിങ് വരിക. അപ്പോൾ നമുക്ക് വേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മുടെ കയ്യിൽ രണ്ട് ഇൻപുട്ട് ആയിട്ട് രണ്ട് മാട്രിക്സ് നമ്മൾ സ്വീകരിക്കണം. ഔട്ട്പുട്ടായിട്ട് നമുക്കൊരു മാട്രിക്സ് ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻഡെക്സിലേക്ക് ഓരോന്നോരോന്ന് നമ്മൾ ലൂപ്പ് വെച്ചിട്ടാണ് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ രണ്ട് ഫോർ ലൂപ്പ് യൂസ് ചെയ്യും. ഓക്കെ, നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും. ഓക്കെ, ഔട്ടർ ലൂപ്പ് റോസിന് വേണ്ടിയിട്ടും ഇന്നർ ലൂപ്പ് കോളംസിന് വേണ്ടിയിട്ടും. അപ്പോൾ നമുക്ക് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാലോ, ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇത് റോ ഇൻറ്റു ഈ കോളം, ഈ റോവിൻ്റെയും ഈ കോളത്തിൻ്റെയും ഈ ഒരു എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുക 2 × 4 + 2 × 6. ഓക്കെ, 2 × 4 + 2 × 6 ഫസ്റ്റത്തെ റിസൾട്ടിൽ ഇങ്ങനെയാണ് വരിക. പിന്നെ വീണ്ടും ഇത് തന്നെ എടുക്കും, 2 × 5 + 2 × 7, 2 × 5 + 2 × 7. ഓക്കെ, സിമിലർലി പിന്നെ നമ്മൾ നെക്സ്റ്റ് റോ ആണ് എടുക്കുക. ഓക്കെ, ലൈക്ക് ദിസ് വൺ, 1 × 4 + 5 × 6, 1 × 4 + 5 × 6. അതുപോലെ 1 × 5 + 5 × 7. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ലൈൻ ഡ്രോ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരു ലൈന് ഹോറിസോണ്ടലി, ഒരു ലൈന് വെർട്ടിക്കലി. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ലോജിക്ക് വരിക. യു ഓൾറെഡി നോ ഇറ്റ്. ഓക്കെ, സോ നമ്മൾ കോഡിങ് സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് രണ്ട് മെട്രിക്സ് റീഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ പ്രോഗ്രാം റൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ചോദിക്കുക ഓർഡർ ഓഫ് മെട്രിക്സ് ആണ്, നിങ്ങൾക്ക് എത്ര റോസും കോളംസും വേണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ആദ്യം പറയാം. ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ M1 2 നമ്മൾ കൊടുക്കുകയാണ് ഇൻപുട്ട്. ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളംസ് 2, അതുപോലെ സെക്കൻഡ് മെട്രിക്സിൻ്റെ റോസ് 2, സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളംസ് 2. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് മെട്രിക്സ് ഓൾറെഡി അവിടെ ഉണ്ടായി കഴിഞ്ഞു. ഇനി ആദ്യത്തെ മെട്രിക്സ് റീഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഒരു ലൂപ്പിൻ്റെ അകത്തിട്ട് നമ്മൾ റീഡ് ചെയ്യണം. ഓക്കെ, ലൂപ്പിൻ്റെ അകത്ത് ലൈക്ക് ദിസ്. ഓക്കെ, ഒരു സിമ്പിൾ ലൂപ്പാണ്. ഒരു ഫസ്റ്റ് i = 0, i < m1 i++, അതാണ് നമ്മൾ റോ നമ്പർ. പിന്നെ അതിൻ്റെ അകത്ത് ഫോർ j = 0, j < n1 j++, n1 ആണ് കോളം നമ്പർ. എന്നിട്ട് നമ്മളവിടെ കൊടുക്കുക എൻ്റെ വാല്യൂ ഓഫ് a of i, അതായത് a of 0 0, a of i യും a of j യും. അപ്പോൾ iൻ്റെ വാല്യൂ 0, j ൻ്റെ വാല്യൂ 0 അല്ലേ. അപ്പോൾ ഇവിടെയാണ് വന്നത് 0 0, ഈ വാല്യൂ ആണ് വരിക. ഓക്കെ, അപ്പോൾ അത് എൻ്റർ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ എൻ്റർ ചെയ്യാം, 2 2 1 5. ഓക്കെ, 2. ഇനി അടുത്ത വാല്യൂ ചോദിച്ചു, അതാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് ചോദിക്കുന്നത്. ഓക്കെ, 0 1. ഇവിടെ കൊടുക്കുകയാണ് 2 2 1 5. ഓക്കെ, ഇനി സെക്കൻഡ് മെട്രിക്സ് റീഡ് ചെയ്യാണ്. അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കുക 4 5 6 7. ഓക്കെ, ഒരു സാമ്പിൾ ഇൻപുട്ടാണ് 4 5 6 7. ഓക്കെ, ഇനി ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, രണ്ട് മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, നേരത്തെ പറഞ്ഞ ലോജിക്കിൽ റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, C of ij എന്നുള്ളതാണ് മൂന്നാമത്തെ മെട്രിക്സിൻ്റെ പേര്. ഫസ്റ്റ് A of M1 N1, സെക്കൻഡ് B of M2 N2. ഓക്കെ, M2 N2 ഒക്കെ സൈസാണ്. തേർഡ് നമുക്ക് സിയിലാണ് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഓർഡർ ചോദിക്കണം അല്ലേ, എത്രയാണ് ഓർഡർ ഓഫ് M1, ഓർഡർ ഓഫ് N1, അതായത് എത്ര റോസ് ആണ് എത്ര കോളംസ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, സ്കാനർ വെച്ചിട്ട് റീഡ് ചെയ്യുക. ഇൻറ്റീജർ വാല്യൂസ് ആണല്ലോ എല്ലാം. അപ്പം സ്കാനർ s = ന്യൂ സ്കാനർ, sc എന്നുള്ളത് sc.next in പറഞ്ഞാൽ ഇൻറ്റീജർ റീഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ M1 N1 M2 N2. ഓക്കെ, അത്രയും വാല്യൂസ് റീഡ് ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്, N2യും N1ഉം M2യും. ഓക്കെ, ഫസ്റ്റത്തേതിൻ്റെ N1ഉം സെക്കൻഡത്തേത് M2ഉം. അപ്പം ഫസ്റ്റത്തെ N1ഉം സെക്കൻഡത്തെ M2ഉം അല്ലേ, ഇത് രണ്ടും ഈക്വൽ ആണോ എന്ന് നോക്കണം. ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രിൻറ്റ് ചെയ്യാൻ
ഐ മീൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ക്വിറ്റ് ചെയ്യും. ഇനി നമ്മളവിടെ പുതിയ 3 അറേസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അറേസിൻ്റെ ഓർഡർ നമുക്ക് ഓൾറെഡി കിട്ടി. ഇൻറ്റ് എ 2 ഡയമെൻഷണൽ അറേയാണ് ഈസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റ് ഓഫ് m1 n1, രണ്ടാമത്തേത് ന്യൂ ഇൻറ്റ് ഓഫ് m2 n2, മൂന്നാമത്തേത് m1 n2 എന്നുള്ളതാണ് പേര്. ഓക്കെ, m1 n2 ഈ ഒരു ഓർഡറിലാണ് വരിക. ഓക്കെ, ഈ m1ഉം ഈ n2ഉം. ഓക്കെ, സ്റ്റാർട്ട് ബിഗിനിങ്ങിലുള്ളതും എൻഡിലുള്ളതും നോക്കാം. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് ഇവിടെയും വരിക. അപ്പോൾ നമ്മൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടി 2/2 ആണ് ഇവിടെ മെട്രിക്സ് എടുത്തത്. ഓക്കെ, ഇനി നമ്മൾ ആദ്യത്തെ മെട്രിക്സ് റീഡ് ചെയ്യുക, i 0 മുതൽ i m1 വരെ. അപ്പം 0 മുതൽ 2 വരെ നമ്മൾ എക്സാമ്പിൾ i++. അപ്പോൾ 0 1 എന്നുള്ളത് വരെ കറവും. അതിൻ്റെ അകത്ത് നമ്മൾ ഓരോ കോളംസിന് വേണ്ടിയിട്ടല്ലേ, അപ്പോൾ അതിന് വീണ്ടും അതിൻ്റെ അകത്ത് വീണ്ടും അതേ ലൂപ്പ്. ഓക്കെ, ജെ വെച്ച് കൊടുത്തു. ജെ 0 മുതൽ j n1, അപ്പോൾ j 2 ആണ് ഇവിടെ വരിക, j++. ഇനി ഇവിടെ റീഡ് ചെയ്യുക a of ij is equal to sc.next. അപ്പോൾ ഇത് ഫുള്ള് കറങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫസ്റ്റത്തെ ലൂപ്പ് ഫുള്ള് റീഡ് ആവും, മെട്രിക്സ് എ റീഡ് ആവും. ഇതേ ലൂപ്പ് കോപ്പി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബീൻ്റെ കേസിൽ എടുക്കുക, റീഡ് മെട്രിക്സ് ബി. അപ്പോൾ ഇവിടെ എല്ലാം എ എന്നുള്ളിടത്ത് എന്തോ ബി ആയിരിക്കും, രണ്ടാമത്തെ മെട്രിക്സും റീഡായി. അതിനുശേഷം മൾട്ടിപ്ലൈ ആണ്. മൾട്ടിപ്ലൈ ചെയ്യുന്നിടത്ത് നേരത്തെ ഉള്ള പോലെ തന്നെ i equal to 0 i less than m1 i++, j equal to 0 j less than n2. ഓക്കെ, m1ഉം n2 ബിഗിനിങ് ഉള്ള റോൻ്റെതും എൻഡിലുള്ള കോളംസിൻ്റെ എണ്ണം ഇങ്ങനെയാണ് വരിക. ഓക്കെ, n2 j++. ഇനി ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, സി എന്നുള്ളതിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്, c of ij. c of 0 0 ij equal to നമ്മൾ എന്ത് ചെയ്തു, കാരണം ഈ m1ഉം ഈ n2 ആണ് വരിക, 0 0 ഇവിടെ 0 വാല്യൂ ആദ്യം സെറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, k എന്നുള്ള വീണ്ടും ഒരു ലൂപ്പ് നമ്മൾ എടുക്കണം. ഓക്കെ, k equal to 0 k less than n1 k++. അപ്പോൾ kൻ്റെ വാല്യൂ 0 k less than n1 ഈ ഒരു വാല്യൂ. ഓക്കെ, k less than n1 k++. എന്നിട്ട് അവിടെ എന്താ വെച്ചാൽ c of ij is equal to, അതായത് ഈ വാല്യൂ c of ij is equal to നമ്മൾ എന്താ വെച്ചാൽ c of ij plus. ഓക്കെ, c of ij plus, അതായത് ഇവിടെ നമ്മൾ ഇങ്ങനെ ഇവിടെ ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും അല്ലേ, അപ്പോൾ 2 × 4 പ്ലസ് 2 × 6 ഇങ്ങനെ വരില്ലേ. അപ്പോൾ 2 × 4 ആദ്യം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇനിഷ്യലി എങ്ങനെ വരും, c of ij is equal to c of ij plus, ഇവിടെ നമ്മൾ ഒരു ബ്രാക്കറ്റ് ഇടുന്ന പോലെയാണ്. ഓക്കെ, ഈവൻ ഇഫ് നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ നടക്കാം. a of ik ഇൻറ്റു b of kj, kൻ്റെ വാല്യൂ 0 ആയിരിക്കും ഇനീഷ്യലി. അപ്പോൾ a of ik എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഇനീഷ്യലി 0 ആണെങ്കിൽ a of 0 0, അപ്പോൾ a of 0 0 ഇൻറ്റു എന്താണ് b of 0j. ഓക്കെ, b of 0 0 ഇപ്പോൾ b of 0 0 എന്ന് വരും. അപ്പോൾ ഇവിടെ ഉള്ളതും അല്ലേ. പിന്നെ kൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ a of 0 k എന്നായിരുന്നു അല്ലേ, അപ്പോൾ 0 0 kൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ആയത് 0 1 ആയി. അപ്പോൾ a of 0 1, അപ്പോൾ ഇവിടെ എത്തി അല്ലേ, a of 0 1 ഇൻറ്റു b of k j, ബീൻ്റെ വാല്യൂ ഇവിടെ എന്തായി, ഒരെണ്ണം ഇൻക്രിമെൻ്റ് ആയി. അപ്പോൾ b of k എന്നുള്ളത് എന്തായി 1 ആയി. അപ്പോൾ k ഇങ്ങോട്ടേക്ക് ചാടി, jൻ്റെ വാല്യൂ 0 തന്നെ, അപ്പോൾ 1 0. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു വാല്യൂ ഇൻറ്റു ഈ ഒരു വാല്യൂ പ്ലസ് ഈ ഒരു വാല്യൂ ഇൻറ്റു ഈ ഒരു വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുക, ആഡ് ആവും, അത് മൾട്ടിപ്ലൈ ആവും, ആഡ് ആയിട്ട് പോകും. അപ്പോൾ kൻ്റെ വാല്യൂ n1 എത്തുന്നവരെ എന്ത് ചെയ്യും, ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അത് വീണ്ടും എന്ത് ചെയ്യും, അടുത്ത ijയിലേക്ക് പോകും. അങ്ങനെ കംപ്ലീറ്റ് ഈ റൗണ്ട് ഫുള്ള് കഴിയുമ്പോൾ എന്താവും, ഈ മൾട്ടിപ്ലിക്കേഷൻ കംപ്ലീറ്റ് ഓവറായിട്ട് നമ്മളെ റിസൾട്ട് എന്തുണ്ടാവും, c of ij, c of എന്നുള്ള ഈ ഒരു മെട്രിക്സിൻ്റെ അകത്ത് എന്തായിട്ടുണ്ടാവും, സേവ് ആയിട്ടുണ്ടാവും. ഇനി ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇൻപുട്ട് മെട്രിക്സ് പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, സിമിലർലി 2 ലൂപ്പ് തന്നെയാണ്. ഓക്കെ, അതിൻ്റെ ലൂപ്പ് jൻ്റെ ലൂപ്പ് mn എന്നുള്ളത്. ഓക്കെ, അത് പ്രിൻറ്റ് ചെയ്തു. സെക്കൻഡ് മെട്രിക്സ് പ്രിൻറ്റ് ചെയ്തു, അതും m2 n2 എന്നുള്ളതാണ്. ഓക്കെ, m2 n2 എന്നുള്ളത്. പിന്നെ തേർഡ് മെട്രിക്സ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുക m1 n2 എന്നുള്ള ഈ മെട്രിക്സ് എന്ത് ചെയ്യുക, c of ijനെ കൂടി എന്ത് ചെയ്യുക, ഫുള്ള് പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, പ്രിൻറ്റിങ് ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. ഇവിടെയും നമ്മൾ ആ നമ്പർ കറക്റ്റ് കൗണ്ട് ചെയ്യുന്നത് m1 n2. ഓക്കെ, ബിഗിനിങ് ഉള്ളതും എൻഡിലുള്ളതും ഈ ഒരു ലെവലിലാണ് എന്ത് വരിക, നമ്മുടെ
ഔട്ട്പുട്ട് ആയിട്ടുള്ള മെട്രിക്സ് വരും. ഓക്കെ, അതിൻ്റെ അകത്ത് നമുക്ക് ഫോർ ഒരു കെ ലൂപ്പും കൂടി എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. കെ ലൂപ്പിൻ്റെത് N1 വരെയാണ് നമ്മൾ നോക്കുക. ഓക്കെ, N1 വരെയാണ് നോക്കുക. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, A of ik into B of kj. ഓക്കെ, അപ്പോൾ ഈ K എന്നുള്ളത് സെൻറ്ററിൽ വരുന്ന ആലോചിച്ചാൽ മതി. ഓക്കെ, I സ്റ്റാർട്ടിങ്ങിൽ വരും, J എൻഡിങ്ങിൽ വരും, A ഇൻറ്റു ബി ആണ് നമുക്ക് എപ്പോഴും വരിക. A ഇൻറ്റു ബി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒരു സിയും കൂടി എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, A of ik ഇൻറ്റു B of kj. നിങ്ങളൊന്നും കൂടി വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഒന്നും കൂടി അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കാം. ഫൈൻ. അപ്പം അങ്ങനെയാണ് മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക, കോപ്പി പേസ്റ്റ് ചെയ്യരുത് അവിടെ നിന്ന് ഇവിടുന്ന്. ഓക്കെ, കുറച്ച് ടൈം എടുത്താലും നിങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ ഒരു പ്രോഗ്രാം കറക്റ്റ് റെഡി ആവണം. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഫൈൻ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.